ADM നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പൊരുത്തക്കേട്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളില്ല. നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായരാണ് ജനം ഡിബേറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യ എന്നതിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നുവെന്നും അനിൽ പി നായർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതലേ സംശയങ്ങളുടെ ദുരൂഹത തന്നെയായിരുന്നു. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിലും അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടത്തിലും വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ബന്ധുവായ അഡ്വക്കേറ്റ് അനിൽ പി നായർ ചില ശക്തമായ വാദമുഖങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങൾ. രോഹിണി, ഈ സംഭവം നടന്ന ഇൻക്വസ്റ്റ് നടപടികൾ മുതൽ പോസ്റ്റ്മോർട്ടം തുടങ്ങി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ വരെ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആദ്യം മുതലേ പരാതി ഉന്നയിച്ചതാണ്. ഇക്കാര്യത്തിൽ സംശയത്തിന്റെ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിലും സംസ്ഥാന സർക്കാരിലും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇക്കാര്യം കൃത്യമായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ചില പരാമർശങ്ങൾ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എത്തിയപ്പോൾ കാണാതാവുന്നതിനെ പറ്റിയുള്ള ദുരൂഹത ആദ്യം പുറത്തുവിട്ടുകൊണ്ട് ആദ്യം പറഞ്ഞുകൊണ്ട് ജനൻ ഡിബേറ്റിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നടത്തിയ ജനൻ ഡിബേറ്റിൽ നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ ചില വസ്തുതകൾ പറഞ്ഞിരുന്നു. അത് പ്രധാനമായിട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ണൂർ ടൗൺ പോലീസ് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ഒക്ടോബർ 15-ാം തീയതി രാവിലെ നടത്തിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരുന്നു. പിന്നീട് പോലീസിന്റെ FIR-ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ഒന്നും ഇത് സംബന്ധിച്ചുള്ള യാതൊരു പരാമർശങ്ങളും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇത് സംബന്ധിച്ച് ആന്തരിക അവയവങ്ങൾക്കൊന്നും, ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള അവയവങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ ക്ഷതമോ പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് തൂങ്ങിമരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് കൃത്യമായ സൂചനകൾ നൽകുന്ന റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള യാതൊരുവിധ ക്ഷതമോ പരിക്കുകളോ ഒന്നും കൂടാതെ എങ്ങനെയാണ് ഈ രക്തസ്രവം ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിലനിൽക്കുന്നു. ആന്തരിക ബാഹ്യ പരിശോധനകൾക്കായി നവീൻ ബാബുവിന്റെ ശരീര ഭാഗങ്ങൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിരുന്നു, അത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്തതും ദുരൂഹതയായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളാണ് നവീൻ ബാബുവിന്റെ ബന്ധുവും തുടക്കം മുതൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നിയമസഹായവുമായിട്ട് മുന്നിട്ട് ഉണ്ടായിരുന്ന ബന്ധു കൂടിയായ അനിൽ പി നായർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത. ഈ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിശോധനയിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ രക്തക്കറ കണ്ടതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിലെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരങ്ങളും ചേർത്ത് വെച്ചില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഇൻക്വസ്റ്റ് നടത്തിയിരിക്കുന്ന സമയത്ത് കണ്ടെത്തിയിരിക്കുന്ന ഈ വസ്ത്രഭാഗങ്ങൾ, വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതാണ്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല. പിന്നീട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഏത് സമയത്താണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഏകദേശ വിവരം രേഖപ്പെടുത്തേണ്ടതാണ്. ആ വിവരവും പോസ്റ്റ്മോർട്ടത്തിൽ എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ അടിമുടി ദുരൂഹത ആരോപിക്കുകയാണ്. ദുരൂഹത ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമായിട്ട് ഈ മരണവുമായി സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടോട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പ്രസക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇത് പ്രധാനപ്പെട്ട കാര്യമായിട്ട്, പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കപ്പെടും. പിന്നീട് CBI അന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ഘട്ടത്തിൽ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്തൊക്കെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചേർത്ത് വായിക്കപ്പെടുവാൻ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കും. പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. ആരോപണ വിധേയരായിട്ടുള്ള PP ദിവ്യയ്ക്കും പ്രശാന്തനുമൊക്കെ സ്വാധീനമുള്ള മേഖലയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോസ്റ്റ്മോർട്ടം പോലും അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അത് പാടെ നിരാകരിക്കുന്ന സമീപനമായിരുന്നു. അതുമാത്രമല്ല, നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം കൂടാതെയായിരുന്നു ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. ഒരു നിയമപരമായി തന്നെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ആ ഒരു നിയമവശം പോലും പാലിക്കപ്പെടാതെ ഇൻക്വസ്റ്റും തിടുക്കപ്പെട്ട് വേഗത്തിൽ പൂർത്തിയാക്കുന്നു. അങ്ങനെ തുടക്കം മുതൽ തന്നെ അന്വേഷണത്തിലും മറ്റ് നടപടിക്രമങ്ങളിലും എല്ലാം അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു. ഈ ദുരൂഹത തന്നെയാണ് കുടുംബം ആശങ്കയായും ഇതിന്റെ അന്വേഷണത്തിൽ സംശയം ഉന്നയിക്കുന്നതിനുമൊക്കെ കാരണമായിട്ട് കോടതിയെ സമീപിച്ചതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.